ഇവിടെ ആലുവയിലുള്ളൊരു പശു വളർത്തൽ കേന്ദ്രത്തിലാണ്. ഇദ്ദേഹം വെറും ഒരു ഫാമായിട്ടല്ല നടത്തുന്നത്, ഒരു പശു വളർത്തൽ കേന്ദ്രം. അതായത് പശുക്കളെ സ്നേഹിച്ച്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അതൊരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം നടത്തുന്നത്. പല ജനുസിലുള്ള പശുക്കളുണ്ട്. അങ്ങേറ്റത്ത് നിൽക്കുന്ന ഗിർ എന്ന് പറയുന്ന ഗുജറാത്തി പശുവാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇന്ന് കണ്ടറിയാം. സാധാരണ നമ്മൾ ഇന്ത്യൻ ജൻസിൽപ്പെട്ട പശുക്കളെയാണ് ഞാൻ വളർത്താൻ നമുക്ക് താല്പര്യം കൂടുതൽ. പക്ഷേ എങ്കിലും കുറച്ചൊക്കെ ഈ ഇതിൻ്റെ ചിലവുകളും കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്ത്യൻ പശുക്കൾക്ക് പാല് പൊതുവെ കുറവായിരിക്കും. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള പാലായിരിക്കും, അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ആയിരിക്കും. പക്ഷേ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അത് നമുക്ക് ലാഭകരമല്ലാത്തതുകൊണ്ട്, പക്ഷേ എങ്കിലും തന്നെയും ഇന്ത്യൻ ഇതിൽ തന്നെ പെട്ട ഗീർ, അതുപോലെ തന്നെ റെഡ് സിന്ധി, സഹ്യവാള, ഇങ്ങനെയുള്ള പശുക്കളെല്ലാം ഒരുവിധം നല്ല പാല് കിട്ടുന്ന പശുക്കൾ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോത്തിനെയും വളർത്തുന്നുണ്ട്. കൂടാതെ ജേഴ്സി ക്രോസ് ആയിട്ടുള്ള ബ്രീഡുകളാണ്. പിന്നെ HF, ഇങ്ങനെ 4-5 വെറൈറ്റി പശുക്കളുണ്ട്. ഈ ഗീർ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്താണ് അതിൻ്റെ ശരിക്കും സ്ഥലം. ഇവിടെ നമ്മുടെ അന്തരീക്ഷമായിട്ടും പൊതുവെ കുഴപ്പമില്ലാണ്ട് പോവും. ഏകദേശം ഒരു 10-12 ലിറ്റർ പാല് വരെ നമുക്ക് കിട്ടും അതിന്. അതുപോലെ തന്നെ ഔഷധത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള പാലുകളിലൊക്കെ ഉള്ളേക്കാളും വ്യത്യാസം ഔഷധ മൂല്യങ്ങളുടെ ഏതാണ്ട് ഒരു 360ഓളം മൂലകങ്ങൾ, നമ്മുടെ ഔഷധപരമായിട്ടുള്ള മൂലകങ്ങൾ ഇതിൽ ഉണ്ട്. ഏതാണ്ട് 500ഓളം മൂലകങ്ങൾ കൂടിയതാണ് ഈ പാല്. അതിൽ 360ഓളം ഔഷധ ഗുണമുള്ളതാണ് ഗീറിൻ്റെ. മറ്റുള്ള നമ്മുടെ ഈ ജേഴ്സി അതുപോലെ തന്നെ HF അതിലൊക്കെ വെറും ഒരു 20-25 ഇതേ ഉള്ളൂ, മൂലകങ്ങളേ ഉള്ളൂ ശരിക്കും ഔഷധമുള്ളത്. ബാക്കി മുഴുവനും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. വെറുതെ പാലിൻ്റെ ഗുണം കിട്ടുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതിലങ്ങനെയല്ല, 360ഓളം മൂലകങ്ങൾ വളരെ ഔഷധമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഇന്ത്യൻ ജൻസിൽപ്പെട്ട പശുക്കളുടെ. ഇതാണ് ഇപ്പോൾ അടുത്തിടയ്ക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ പ്രളയ സമയത്ത് എല്ലാം ഇവിടുന്ന് മാറ്റേണ്ട വന്നു, എന്നാലും വീണ്ടും നമ്മൾ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പശുക്കളുണ്ട് ഇവിടെ? കറക്കുന്ന പശുക്കൾ 11 ഉണ്ട്. പിന്നെ ഞാൻ സാധാരണ ഇവിടെ തന്നെ നമ്മുടെ കുട്ടികൾ പശുക്കിടാക്കളെ തന്നെ വളർത്തി ഇവിടെ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ്. പൊതുവെ പുറമേ നിന്ന് മേടിക്കുന്ന എണ്ണം വളരെ കുറവായിരിക്കും. 2-3 പശുക്കളെ മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായി, ഇവിടെ തന്നെ വളർത്തി നമ്മൾ ഉണ്ടാക്കുന്ന പശുക്കളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് പാലിൻ്റെ അളവ് കുറവായിരിക്കും, പക്ഷേ ഈ രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും പശുക്കൾക്ക്. അതാണൊരു പ്രത്യേകത. പിന്നെ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് തീറ്റപ്പുല്ല് നമ്മുടെ ഫാമുണ്ട്, അതിൽ തന്നെ വളർത്തുകയാണ് ഇവിടെ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുള്ള വിശ്രമത്തിലാവും. ഇതൊക്കെ ജേഴ്സി ക്രോസിൽപ്പെട്ടാണ് ഇതൊക്കെ. ഈ പശു ഇതുവരെ ഇതുവരെയുള്ള ഈ 3 ഇനങ്ങൾ അതൊക്കെ HF ആയി. ബ്ലാക്ക് 2 HF ആണ്. അത് 2 HF പെട്ടതാണ്. ഇത് അതായത് നമ്മുടെ ഈ വാട്ടർ ലെവലിൽ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ വെള്ളം പശു എത്ര കുടിച്ചാലും അതിലേക്ക് അത്രയും വെള്ളം, ആ ലെവലിൽ വെള്ളം ഏത് സമയത്തും ഉണ്ടാവും. പശുക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹം തോന്നുന്ന സമയത്ത് വെള്ളം കിട്ടണം. നമ്മുടെ സൗകര്യത്തിന് ഉച്ചയ്ക്ക് തീറ്റ കൊടുത്തിട്ട് അല്ലെങ്കിൽ രാവിലെ തീറ്റ കൊടുത്തിട്ട് കൊടുത്താൽ പോരാ. പശുക്കൾക്ക് ഏത് സമയത്താണോ ദാഹം തോന്നുന്നത് ആ സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പശുക്കൾ കുടിക്കില്ല. അപ്പോൾ അങ്ങനെ പശുക്കളെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് അറിയാണ് ശരിക്കും ഇവർക്ക് ഈ ദഹനത്തിൻ്റെയും ഇതിന് വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ. അപ്പോൾ വെള്ളത്തിൻ്റെ തോന്നുന്ന സമയത്ത് വെള്ളം കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. ദാഹം സഹിക്കും, അത് പിന്നെ കൊടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുടിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ കുടിച്ചോളണമെന്നില്ല. അപ്പോൾ എപ്പോഴും വെള്ളം അതിൻ്റെ മുൻപിൽ ഉണ്ടാവണം. അതാണ് ശരിക്കും
അപ്പോൾ ഇത് നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ വാട്ടർ ലെവലിൽ പുറത്തൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ആ ടാങ്കിൻ്റെ വാട്ടർ ലെവലും ഇതിൻ്റെ ലെവലും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുടിക്കുന്ന അത്രയും വെള്ളം ആ സമയത്ത് തന്നെ എത്തിക്കോളും അതിലേക്ക്. ഈ കാണുന്ന പുല്ലാണ് പശുവിൻ്റെ പ്രധാന ആഹാരം. ഇതിപ്പോൾ ഇവിടെ ഒരു കൃഷിയായിട്ട് തന്നെ നടത്തി വരികയാണ്. ഈ നമ്മൾ മുമ്പേ കണ്ട പുല്ലിന്റെ എല്ലാം പച്ചപ്പുല്ലിന്റെ എല്ലാം വെട്ടിയെടുത്ത കുറ്റികളാണിത്. ഇതെല്ലാം ഇപ്പം പശുവിന് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ബാലൻസ് ഉള്ളതാണ് കാണിച്ചു തരാം. എന്റെ പുറകിലുണ്ട് ഇത് ഈ കാണുന്നത്. ഇതങ്ങ് അങ്ങേറ്റം പുഴയാണ്. അവിടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൃഷിയാണ്. അവിടെ മോളട്ടാ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് വന്നേണല്ല. അരി ബാ 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 അമ്മോ, ഇത് ഞാൻ കൊടുങ്ങല്ലൂരിൽ ക്രാവായിരുന്നപ്പോൾ മേടിച്ചതാ. ഇപ്പോൾ 3ാമത്തെ പ്രസവമാണ് ഇവിടെ. 2 പശുക്കുട്ടിയെ കിട്ടി. ഒരെണ്ണം മൂരിക്കുട്ടനായിരുന്നു. അതിനെ മറ്റൊരു ഫാമിൽ കൊണ്ടുപോയി നിർത്തിയേക്കുന്നു. ഭക്ഷണം മറ്റുള്ളവരോട് തന്നെയാണ്. കാലിത്തീറ്റ കൊടുക്കൽ കുറവായിരിക്കും. പെല്ലറ്റായിട്ട് കൊടുക്കുന്നത് വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. ഈ കുത്തരുതിട്ട് തന്നെ എന്നെ കൊണ്ട് പാടില്ല. ഗീറ് അതിൻ്റെ താഴ്പ്രദേശങ്ങളിലുള്ള അവിടെയാണ് ഇതിനെ ആദ്യം ഇപ്പോൾ വെച്ചൂരൊക്കെ നമ്മളെ തൃശ്ശൂരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആ പർട്ടിക്കുലർ സ്ഥലത്താണ് ഇതിൻ്റെ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പാല് സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പാലിൻ്റെ ഇരട്ടി വിലയാണ് ഇതിന്. പാലിന് നെയ്യിനും അതുപോലെ തന്നെ ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വൈദ്യശാല അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ അവർ പ്രത്യേകം ഇതിന് ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞ് അവർ മേടിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ നേരെ ഇരട്ടി വിലയുള്ള അതിന് ചാർജ് ചെയ്യും അവർ. മറ്റേ പശുക്കളെ അപേക്ഷിച്ച് തീറ്റയും കൂടുതൽ വേണം, വലിപ്പം ഉണ്ടാവും പശുവിന്. പക്ഷേ നല്ല ഇണക്കമുള്ള പശുക്കളായിരിക്കും, പൊതുവെ ശല്യക്കാരായിരിക്കില്ല. അല്ല, സ്ഥല സൗകര്യം വരെ കൂടുതൽ ക്രാക്കൾ അവിടെയാണെന്നുള്ളൂ. പശുക്കൾ ഉണ്ട് അവിടെ, അതിലും 2-3 പശുക്കളുണ്ട്. രാവിലെ കുടിപ്പിച്ചിട്ടാണ് കറക്കുക. ഒരു മുല ക്രാവിന് ഒഴിച്ചിട്ട് കൊടുക്കും. മെഷീൻ വെച്ചിട്ടാണ് കറവയൊക്കെ. കൈക്കറവ കുറവാണ്, മെഷീൻ വെച്ചിട്ടാണ് കറക്കുന്നത്. കംപ്രസർ വെച്ച് വാക്വം പമ്പ്. ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടായ കിടാക്കളാണ്. കിടാവുകളെല്ലാം ഇവിടുത്തെയാണ്. ഇത് ഗിറിൻ്റെ ഇതിൻ്റെ കിടാവാണ്. ഇതിനും ഇവിടുത്തെ ഒരു വർഷം ആയിട്ടുള്ളൂ. 12 മാസം പ്രായമുള്ള. 2 കൊല്ലം കഴിയണം അതിനെ കുത്തിവെക്കണമെങ്കിൽ. വളർച്ചയുള്ള സാധനമാണ്. റെഡ് സിന്ധി ആയിരിക്കും, പഞ്ചാബി ആയിരിക്കും. പഞ്ചാബി ആണെന്ന് തോന്നുന്നു. എൻ്റെ ഇതിൻ്റെ പ്രത്യേകത നാടൻ പശുക്കൾക്കൊക്കെ ഈ പൂഞ്ഞാന്ന് പറയും. നമ്മുടെ ബാക്കുണ്ടല്ലോ ഈ സാധനം, ഇത് അത് ഈ നാടൻ പശുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ പൂഞ്ഞ. ബാക്കി ഒന്നിനും ഇതുണ്ടാവില്ല. അപ്പം നാടൻ പശുക്കളെ അറിയാനുള്ള ഏറ്റവും പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല, നാടൻ പശുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ ജൻസിൽപ്പെട്ട പശുക്കൾക്ക് മാത്രമേ ഈ സാധനം ഉണ്ടാവുള്ളൂ. ഈ പൂഞ്ഞാന്ന് അതിന് പറയാം. അല്ല, ആ നമ്മുടെ അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഐഡൻറ്റിറ്റി. ഇന്ത്യൻ ജൻസിൽപ്പെട്ട പശുക്കളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും.
നാടൻ പശുക്കളൊക്കെ അത് കൂടുതലായിട്ടുണ്ടാവുള്ളൂ. അതുങ്ങളുടെ അങ്ങനെ കറക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് കാല് ചിലപ്പോൾ കയറ് കെട്ടിയിട്ട് കറക്കേണ്ട വരും ചില പശുക്കളൊക്കെ. ചിലപ്പോൾ അതങ്ങനെ ആ ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ 1-2 മാസം കറന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നോർമലി മാറും. അതാകുമ്പോൾ കായ കൊള്ളുന്നില്ല. ഈ പശുവിനെ തൊഴിക്കലും കറവക്കാരൻ്റെ ഇണക്കവും തമ്മിലൊന്നും വലിയ ബന്ധമില്ല. പക്ഷേ ചിലതിൻ്റെ ശീലം അങ്ങനെയായിരിക്കും. പക്ഷെ അത് സ്വാഭാവികമായിട്ട് അതിന് ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിലേ, കടിഞ്ഞൂൽ പ്രസവമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതിന് ഇക്കിളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ തൊഴിക്കലുണ്ടാവും. അതൊരു ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ മാറും. അത് ഏത് പശുവിനുണ്ടാവും. പക്ഷേ നാടൻ പശുക്കളുടെ അങ്ങനെ മാറിക്കൊള്ളുന്നില്ല. അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഈ കെട്ടിക്കറക്കൽ. എണീക്കാൻ വേറെ ഒന്നുമില്ല. കൊമ്പില്ലാത്ത പശുക്കളാകുമ്പോഴേ പൊതുവെ ശല്യം കുറവായിരിക്കും. കറക്കാനും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധനം ഇത് HFൻ്റെ തന്നെ ക്രോസാണ്. മോഴാന്ന് തന്നെ പറയുക. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ. ഈ ആനകളിലൊക്കെ ഉണ്ടല്ലോ മോഴാന്ന് പറഞ്ഞ ടൈപ്പ്. ആണുമല്ല, നമ്മുടെയൊക്കെ ഇജ്ര അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്തായാലും പെണ്ണുങ്ങളുടെയാണ് ലക്ഷണങ്ങൾ ബാക്കിയെല്ലാം. ബാ എണീക്കടി, എണീക്കാം, എണീക്കടി, എണീക്കടി. ബാ സ്വാഭാവികമായിട്ടും എല്ലാ പശുക്കൾക്കും വരും. അത് നമ്മുടെയൊക്കെ പോലെ തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നതൊക്കെ വരുമല്ലോ. അത് ഇന്ത്യൻ ജനിസിൽപ്പെട്ട പശുക്കൾക്ക് അത് വളരെ വളരെ നല്ല ഉണ്ടാവില്ല. പ്യൂറായിരിക്കും അതിൻ്റെ പാല്. ഒരിക്കലും ഈ ഭക്ഷണമായിട്ട് അതിന് ആ ഒരു ഇതും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ പശുക്കളുടെ പ്രത്യേകതയും. അപ്പോൾ അതിൻ്റെ പാലിന് അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഗുണമുണ്ട്, വിലയുണ്ട്. ഇപ്പം എന്തെങ്കിലും മരുന്നുകൾക്കൊക്കെ വേണ്ടിയിട്ട് പാൽ ഉപയോഗിക്കുമ്പോൾ അവർ അത് തന്നെ വന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് വന്നിട്ടേ അങ്ങനത്തെ പശുക്കളുടെ ഗീർ, റെഡ് സിന്ധി, സഹിവാളറിനവിടെ പ്രസവിക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പശുക്കളുടെ പാലാണെങ്കിൽ ആണ് അവർ പ്രിഫർ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. വൈദ്യന്മാരാണെങ്കിലും അതെ, ആരാണെങ്കിലും. അപ്പോൾ അത് ഭക്ഷണമായിട്ട് റിലേറ്റഡ് അല്ല. ശരിക്കും ഇന്ത്യൻ പശുക്കളുടെ പാലിൻ്റെ ഇതിന് ഗുണനിലവാരത്തിന് ബാധിക്കില്ല സാധാരണ. ഇഷ്ടമല്ല അല്ലേ? ഈ പശുക്കളെ പുതുതായിട്ട് വളർത്താൻ അല്ലെങ്കിൽ ഫാം തുടങ്ങുക അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് വന്ന്. ഞാൻ അവരോട് പറയാറുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളൊരു 1-2 പശുവിനെ വളർത്തി 1-2 കൊല്ലം കൊണ്ട് നടന്നിട്ട് അതിൻ്റെ പശുവിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമേ നമ്മളതിനൊരു കുറച്ചും കൂടി ഡിമാൻഡ് അനുസരിച്ച് പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അല്ലാണ്ട് പാല് നമ്മൾ കൊണ്ടുപോയി കുറേ പേർക്ക് കൊടുക്കാമെന്നും അല്ലെങ്കിൽ കുറേ വിറ്റ് കാശാക്കാം എന്നുള്ള രീതിയിൽ പശുവിനെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരും. മറ്റുള്ള എന്തായാലും വാഹനമായാലും എന്തായാലും നമുക്ക് എവിടെയെങ്കിലും കയറ്റിയിട്ടിട്ട് നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിപ്പോൾ അതൊന്നും പറ്റില്ല. എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തി ആയതുകൊണ്ട് ആ പണി നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യം ഒരു നേരം ഒരാൾ വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്വയം എല്ലാ പണികളും ചെയ്യാനുള്ള തയ്യാറുണ്ടാവണം, അറിയുകയും വേണം. അതിനുശേഷമേ നമ്മൾ ഇതിലേക്ക് തിരിയാൻ പാടുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ കുറേയൊക്കെ ഒരു സത്യസന്ധത എന്നൊരു വിഷയമുണ്ട്. നല്ല പാല് ജനങ്ങളെ കുടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം നമ്മുടെ മുമ്പിൽ ആദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത്. ഇന്ന് കിട്ടുന്ന പാക്കറ്റ് പാലുകളിലൊക്കെ
പശുവിൻ്റെ അകിട് കാണാത്ത പാല് വരെ ഓൾറെഡി ഇന്ന് വിപണിയിലുണ്ട്. പല രാസഘടകങ്ങളും ചേർത്ത് പാലാക്കി വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ വരെ ഇന്ന് നിലനിൽക്കുന്ന ഇതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള പാലുകൾ കൊടുത്ത് പാല് കുടിക്കാൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അർത്ഥമില്ല. അപ്പോൾ അത് കൂടിയായിരുന്നു എൻ്റെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഒരു 10-50 പേർക്കെങ്കിലും 10-20 പേർക്ക് ഞാൻ സാധാരണ ഇതിൽ പശു പണി തുടങ്ങുന്ന സമയത്ത് ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ 1/2 ലിറ്ററിൽ കൂടുതലൊന്നും ആർക്കും 1 ലിറ്ററിൽ കൂടുതലൊന്നും കൊടുക്കില്ല, ബൾക്കായിട്ട് സെയിൽ ചെയ്യില്ലായിരുന്നു. എന്താ വെച്ചാൽ അത്രയും പേർക്ക് അത് കിട്ടട്ടെ എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ അത്രയും പൊടിപ്പാലിൽ നിന്ന് പാക്കറ്റ് പാലിൽ നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് 1/2 ലിറ്റർ 1 ലിറ്റർ അത് വിട്ട് ഒന്നിച്ച് 5 ലിറ്റർ ചോദിച്ചവർക്കൊന്നും കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇപ്പോൾ ഞാൻ ഇവിടെ 30-40 ലിറ്റർ പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 90-95 പേർക്കായിട്ടാണ് രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുക്കുന്നത്. അത് അത്രയും പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതാണ്, അല്ലാണ്ട് കേവലം ഇത് വിറ്റ് കുറേ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിൽ അത് കിട്ടുന്നുമില്ല. ഇപ്പോൾ കൂടി വന്നാൽ ചിലപ്പോൾ നമുക്ക് അതാത് കാര്യങ്ങൾ നടന്നു പോകുന്നല്ലാണ്ട് ഇതിൽ നിന്നൊരു പ്രോഫിറ്റൊന്നും ഇല്ല, അതിൽ പ്രതീക്ഷിക്കുന്നുമില്ല. അതാണ് പ്രധാനമായിട്ട് എനിക്കിത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന. ഒരു ബിസിനസ്സായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ അതിൻ്റെ രീതികൾ വ്യത്യാസമുണ്ട്, അതാണ് കാര്യം. അതായത് നമുക്ക് ഒരു 6 മാസക്കാലം വളർത്തും, അത് കഴിഞ്ഞാൽ പശുവിനെ അവർ വിൽക്കും, വീണ്ടും പുതിയ പ്രസവിച്ച പശുക്കളെ എടുക്കുക. അങ്ങനെയാണ് അവരുടെ ആ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവരെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ പശുക്കളെ ഇവിടെ വളർത്തി അത് പ്രസവിച്ചുണ്ടാകുന്ന കിടാരികളെ ഇവിടെ തന്നെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു 2 കൊല്ലക്കാലം അതിന് ഭക്ഷണവും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരികയാണ്. മറ്റവർക്കതില്ല. സ്വാഭാവികമായിട്ട് അവർ ആ ഒരു 6 മാസം കഴിഞ്ഞാൽ അതിനെ വിറ്റു, പിന്നെ പുതിയ കറവയുള്ള പശുവിനെ മേടിക്കുകയാണ്. ഇങ്ങനെയാണ് ഫാമായിട്ട് നടത്തുക. അപ്പോൾ ഇത് കേവലം ഒരു ഫാമല്ല, നമ്മൾ വളർത്തുക, പശുക്കളെ വളർത്തുക. അതുങ്ങൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാൽ, പശുവിൻ്റെ അടുത്ത് വന്ന് തല കഴിഞ്ഞാൽ നമ്മളെല്ലാം ഫ്രീ മൈൻഡാവും. നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ്, ഈ പശുവിനെ വളർത്തുക എന്നുള്ളതുകൊണ്ട്. അത് അതിലേക്ക് ആ രീതിയിലേക്ക് വളർത്തുകയാണെങ്കിൽ മാത്രമേ ഫലമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു വശത്ത് കൂടെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എത്തിക്കോളും. അതാണ് ഞാനൊരു പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ അറിവ്. ഈ പലരും നാടൻ പാല് വന്ന് 4-5 പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി വീടുകളിൽ സൂക്ഷിക്കാനായിട്ട് പോകാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ളത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നാടൻ പാലിൻ്റെ ഗുണം അതിനുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പശുക്കൾ ആ പാലിന് കേടുവരും. അതല്ലെങ്കിൽ നാടൻ പാലിൻ്റെ പ്രത്യേകത അതാണ്, അതാത് സമയങ്ങളിൽ പരമാവധി 24 മണിക്കൂറിനകം അത് ഉപയോഗിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഫ്രീസറിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ പാല് കേടുവരില്ല, പക്ഷെ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതോടുകൂടി ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നാടൻ പാൽ ഉപയോഗിക്കുന്നവർ ഒരു നേരം അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 നേരം അതിൽ കൂടുതൽ വച്ചുകൊണ്ടിരിക്കാണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നല്ലത്. പെട്ടെന്ന് അറിയാനും പറ്റും. അത് മറ്റേ പ്ലാസ്റ്ററൈസ്ഡ് പാലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 3-4 ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് ഒരു നേരത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 24 മണിക്കൂർ മാക്സിമം പറ്റുള്ളൂ. അത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ കഴിയുമ്പോഴേക്കും പാലിന് വ്യത്യാസം വരും. കാച്ചി വെച്ച് കഴിഞ്ഞാൽ നാടൻ പാലാണെങ്കിൽ തന്നെയും അല്പം കിട്ടുന്ന പാല് കാച്ചി അല്പം വെള്ളം ചേർത്ത് കാച്ചി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു നേരവും കൂടി കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ പച്ചപ്പാലായിട്ട് തന്നെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. അതാണ് നമ്മുടെ ഈ മായം ചേർക്കാത്ത പാലുകൾ അറിയാനുള്ള എളുപ്പം അത് തന്നെയാണ്. മറ്റേതാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇരുന്നോളും, എത്ര ദിവസം ഇരുന്നാലും കേടുവരില്ല. ഈ ബേക്കറികളിൽ നമ്മുടെ ഈ ഷെയ്ക്ക് ഒക്കെ കിട്ടില്ലേ, ഈ സത്യത്തിൽ ഇപ്പം ഈ ഐസാക്കി വരുന്ന ഇത് എന്ന് പറയുന്നത് കേടല്ലേ? ഈ പാല് ചൂടാക്കിയാണോ അതോ തണുപ്പിച്ചാണോ നല്ലത് കഴിക്കാനോ? ഉപയോഗിക്കാൻ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ തണുപ്പിച്ച പാലാണോ അതോ കാച്ചി? പച്ചപ്പാലാണ് ഏറ്റവും നല്ലത്. പച്ചപ്പാൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ തണുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കാച്ചി ഉപയോഗിക്കുന്നതാണ്, യാതൊരു സംശയമില്ല. ഈ പച്ചപ്പാൽ ഉപയോഗിക്കുന്ന ഈ ഡയറക്റ്റ് പച്ചപ്പാൽ കുടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടുന്നത് അത് തന്നെയായിരിക്കും. പക്ഷേ ചിലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ കാച്ചി കഴിക്കാം. കാച്ചി കഴിക്കുമ്പോൾ തന്നെ ഒന്ന് ചൂടായാൽ മതി. ശരിക്കും വെട്ടിങ്ങനെ തിളച്ച് ഇതാകുമൊന്നും വേണ്ട. അതിൻ്റെ എത്ര കണ്ട് തിളച്ച് കണ്ടാൽ വരുന്ന അത്ര കണ്ട് അതിൽ ഗുണം നമുക്ക് കുറയും. കേരളത്തിന് പുറത്ത് ഈ പശുക്കളെ വളർത്തലും ഇതൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട്? അതായത് ഇപ്പം കേരളത്തിന് പുറത്തല്ലേ ഈ ഗോവധം അത് അല്ലെങ്കിൽ പറയുന്ന അത് ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ്. പശുക്കളെ വളർത്തുന്നത് ഒരു ദൈവിക കാര്യമായിട്ടാണ് പലരും മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്നതിനെ. അവരുടെ ഉപജീവനമാർഗ്ഗമാണെങ്കിൽ പോലും അതിനെ കേവലം നമ്മളെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആ പശുക്കളെ തന്നെ അവിടെ വരുന്ന സമയത്ത് മറ്റുള്ള അതിൻ്റെ കാളകളായാലും എന്തായാലും കൃഷിക്കാണെങ്കിലും അതിൻ്റെ ചാണകത്തിന് വേണ്ടി മാത്രം കാളകളെ
വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഇതനുസരിച്ച് നമ്മളടക്കം മൂരിക്കുട്ടന്മാരാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയും കൈ ഒഴിയാൻ നോക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അതില്ല. അതിനെ അടക്കം അവർ വളർത്തും. അതിൻ്റെ ചാണകം തന്നെ മതി അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ട്. അതാണ് അവരുടെ ഉദ്ദേശവും. അപ്പം അങ്ങനെയുള്ള ഇതാകുമ്പോൾ അവർക്ക് ഈ പശുക്കളെ മുഴുവനും നമ്മുടെ ഇവിടെ പോലെ നമ്മളിവിടെ കെട്ടിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിലാണ് വളർത്തുന്നത്. അവരെല്ലാവരും അഴിച്ചു വിടുകയാണ്. ആ സമയങ്ങളിൽ വന്ന് അതിനെ കറക്കേണ്ട സമയത്ത് കറക്കും, അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളം കൊടുക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടാവും. നമ്മൾ പശുവായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഇവർക്ക് ഈ ബോധം എന്നൊക്കെ പറയുമ്പോൾ? അല്ല, അതാണ് ദൈവമായിട്ട് അമ്മയായിട്ടാണല്ലോ കാണുന്നത്. പശുവിനെ അവർ അമ്മയായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇത് കേവലം ഒരു ബിസിനസ്സായിട്ടല്ലാണ്ട് ഒരു വളർത്തി കഴിഞ്ഞാൽ നമുക്കുള്ള വരുമാന മാർഗം ഇത് തന്നെയല്ല, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അഭിവൃദ്ധിയും ഇതുകൊണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ.